ഹലോ ഓൾ, നമുക്കിന്ന് എവല്യൂഷണറി ബയോളജിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ടുള്ള കോ എവല്യൂഷൻ എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് കോ എവല്യൂഷൻ? കോ എവല്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് സ്പീഷീസുകൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ എവല്യൂഷൻ ഒന്ന് മറ്റൊന്നിൻ്റെ എവല്യൂഷനെ റെസിപ്രോക്കലി ഇൻഫ്ലുവൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് നമ്മളതിനെ കോ എവല്യൂഷൻ എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നാച്ചുറൽ സെലക്ഷൻ കാരണമാണ് ഈ ഒരു എവല്യൂഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നത്. അതായത് ഒന്നിൻ്റെ എവല്യൂഷൻ വേറൊന്നിൻ്റെ എവല്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ റെസിപ്രോക്കലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അവരുടെ എവല്യൂഷൻ ഒന്നിച്ച് നടക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഒരേ രീതിയിൽ നടക്കുന്നത് കൊണ്ട് നമ്മളതിനെ കോ എവല്യൂഷൻ എന്നാണ് വിളിക്കുന്നത്, ഒന്നിച്ച് നടക്കുന്നത് കൊണ്ട്. അപ്പോൾ മെയിനായിട്ടൊരു എക്സാമ്പിൾ നമ്മൾക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പ്ലാന്റും ആ പ്ലാന്റിനെ കഴിക്കുന്ന ഹെർബിവോറും നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. പ്ലാന്റ് എന്ന് പറയുന്നത് ഹെർബിവോറിൻ്റെ ഫുഡ് റിസോഴ്സസ് ആണ്. അപ്പോൾ അവിടെ എവല്യൂഷൻ നമ്മൾ നോക്കുമ്പോൾ പ്ലാന്റിൽ എന്തെങ്കിലും എവല്യൂഷണറി ചേഞ്ചുകൾ ഉണ്ടായി, പ്ലാന്റിൻ്റെ മോർഫോളജിയിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ, ഈ ഒരു പ്ലാന്റിൻ്റെ മോർഫോളജിയിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഹെർബിവോറിന് ഫുഡ് കിട്ടാത്തൊരവസ്ഥ വരും. ഹെർബിവോറിന് ഫുഡ് റിസോഴ്സസ് കിട്ടാതെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ഹെർബിവോറും അതിൻ്റെ മോർഫോളജിയിൽ എന്തെങ്കിലും എവല്യൂഷണറി ചേഞ്ചുകൾ കൊണ്ടുവരുന്നു. എന്തെങ്കിലും മൗത്ത് പാർട്സിൽ മാറ്റം വരുത്ത്, അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ആ പ്ലാന്റിനെ നമുക്ക് വീണ്ടും കഴിക്കാനായിട്ട് പറ്റുന്നുള്ളൂ. അപ്പോൾ അത് പ്ലാന്റ് ശരിക്കും ഹെർബിവോറിൻ്റെ അറ്റാക്കിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു എവല്യൂഷണറി ചേഞ്ചുകൾ ഉണ്ടാക്കുന്നതായിരിക്കാം, ബൈ നാച്ചുറൽ സെലക്ഷൻ ഉണ്ടായി വന്നതായിരിക്കാം. പക്ഷേ ആ നാച്ചുറൽ സെലക്ഷൻ കാരണം, അല്ലെങ്കിൽ ആ ഒരു എവല്യൂഷണറി പ്രോസസ്സ് കാരണം എന്ത് നടക്കുന്നു, ഹെർബിവോറിന് ഫുഡ് കിട്ടാതെ വരുന്നു. അപ്പോൾ ഹെർബിവോറിന് വീണ്ടും എവല്യൂഷൻ സംഭവിച്ച് വീണ്ടും ആ പ്ലാന്റിനെ കഴിക്കാവുന്ന രീതിയിലേക്കായിട്ട് മാറുന്നു. നെക്സ്റ്റ്, അപ്പോൾ പ്ലാന്റ് വീണ്ടും എവല്യൂഷണറി ചേഞ്ച് നടന്ന് ഹെർബിവോറിന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, ഹെർബിവോറിൻ്റെ അറ്റാക്കിൽ നിന്ന് പ്രിവെൻഷൻ നടത്താനായിട്ട് പുതിയൊരു എവല്യൂഷണറി ചേഞ്ചുകൾ ഉണ്ടാക്കുന്നു. ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇവിടെ എവല്യൂഷൻ നടക്കുന്നത് എന്താണ്, റെസിപ്രോക്കലി ആണ്, അല്ലെങ്കിൽ അവർ ഇൻഫ്ലുവൻസ് നടക്കുന്നത് റെസിപ്രോക്കലി ആയതുകൊണ്ട് നമ്മളതിനെ കോ എവല്യൂഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവിടെ സ്പീഷ്യസിലൊരു സെലക്ഷൻ പ്രഷർ എക്സേർഷൻ നടത്തുമ്പോൾ ഈ ഒരു എവല്യൂഷൻ നടത്താനായിട്ട് അവർ നിർബന്ധിതരാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് കോ എവല്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കി. ഇനി എന്തൊക്കെ ഇക്കോളജിക്കൽ റിലേഷൻഷിപ്പാണ് കോ എവല്യൂഷനെ ഡ്രൈവ് ചെയ്യുന്നത്, അതായത് ഏതൊക്കെ തരത്തിലുള്ള ഇക്കോളജിക്കൽ റിലേഷൻഷിപ്പിലാണ് നമുക്ക് കോ എവല്യൂഷൻ കൂടുതലായിട്ട് കാണാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത് പ്രേ പ്രെഡേറ്റർ, അല്ലെങ്കിൽ പാരസൈറ്റ് ഹോസ്റ്റ് ഇൻട്രാക്ഷൻസ്, കോമ്പറ്റേറ്റീവ് സ്പീഷ്യസ്, മ്യൂച്വലിസ്റ്റിക് സ്പീഷ്യസ്, ഇവിടെയൊക്കെയാണ് നമുക്ക് കോ എവല്യൂഷൻ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. അതായത് പ്രേ പ്രെഡേറ്റർ റിലേഷൻഷിപ്പ് നമ്മൾ നോക്കുമ്പോൾ പ്രേയും എന്ന് പറയുന്നത് അവർ പ്രേ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്തുണ്ടാവുള്ളൂ, പ്രെഡേറ്റർക്ക് സർവൈവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പാരസൈറ്റ് ഹോസ്റ്റ് ഇൻട്രാക്ഷനിൽ ഹോസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് പാരസൈറ്റിന് സർവൈവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ പ്രേയിൽ എന്തെങ്കിലും എവല്യൂഷണറി ചേഞ്ച് ഉണ്ടായാൽ ഓട്ടോമാറ്റിക്കലി അത് ആരെ ബാധിക്കും, പ്രെഡേറ്ററിനെയും കൂടി എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രേക്ക് എവല്യൂഷണറി ചേഞ്ച് ഉണ്ടാകുമ്പോൾ പ്രെഡേറ്റർക്കും കോ എവല്യൂഷൻ നടന്ന് പ്രേനെ കഴിക്കാൻ പാകത്തിനുള്ള എവല്യൂഷണറി ചേഞ്ചുകൾ ഉണ്ടാവണം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചീറ്റയ്ക്ക് സ്പീഡ് വളരെ കൂടുതലാണ്. അതിൻ്റെ പ്രേനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഹൈ സ്പീഡിൽ റൺ ചെയ്തിട്ടാണ് ആ പ്രേനെ പിടിക്കുന്നത്. പക്ഷേ എന്തെങ്കിലും ഒരു എവല്യൂഷണറി ചേഞ്ച് കാരണം, അല്ലെങ്കിൽ എവല്യൂഷൻ പ്രോസസ്സ് കാരണം പ്രേക്ക് ഹൈ സ്പീഡ് കിട്ടിയെങ്കിൽ, അല്ലെങ്കിൽ ചീറ്റേനേക്കാളും സ്പീഡുള്ള ഒരു പ്രേ ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ചീറ്റ അവിടെ സർവൈവ് ചെയ്യാനായിട്ടുള്ള ഫുഡ് കിട്ടാതെ വരുന്നു. സോ ചീറ്റയ്ക്ക് എന്ത് ചെയ്യണു, കോ എവല്യൂഷൻ സംഭവിച്ച് ആ പ്രേനേക്കാളും സ്പീഡ് വെക്കണം, എന്നാൽ മാത്രമാണ് അവർക്കത് സർവൈവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ എവല്യൂഷണറി പ്രോസസ്സ് ആ രണ്ടുപേരും തമ്മിൽ ഇൻഫ്ലുവൻസ് നടക്കുന്നുണ്ട്, കോ എവല്യൂഷൻ അവിടെ നടക്കുന്നുണ്ട്, എന്നാൽ മാത്രമാണ് സർവൈബിലിറ്റി ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെയാണ് പാരസൈറ്റും ഹോസ്റ്റിൻ്റെയും കേസിൽ. ഇപ്പോൾ ഹോസ്റ്റ് പാരസൈറ്റിൻ്റെ അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ രീതിയിൽ ഒരു തരത്തിൽ ഇവല്യൂഷൻ നടത്തിക്കഴിഞ്ഞാൽ പാരസൈറ്റിന് അവരുടെ സർവൈവബിലിറ്റിക്ക് വേണ്ടിയിട്ട്, അവരുടെ അഡാപ്റ്റേഷനുകൾക്ക് വേണ്ടിയിട്ട് ഹോസ്റ്റിനനുസരിച്ച് എവല്യൂഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് പ്രേ പ്രെഡേറ്റർ പാരസൈറ്റ് ഹോസ്റ്റ് ഇൻട്രാക്ഷനിലുള്ള കോ എവല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ കോമ്പറ്റേറ്റീവ് സ്പീഷ്യസുകൾ, രണ്ട് സ്പീഷ്യസുകൾ തമ്മിൽ കോമ്പറ്റീഷൻ നടക്കുമ്പോൾ അവർ തമ്മിലും രണ്ടുപേരും കോമ്പറ്റീഷൻ നടക്കുമ്പോൾ ഒന്നും എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കോ എവല്യൂഷൻ പ്രോസസ്സുകൾ അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മ്യൂച്വലിസ്റ്റിക് ആയിട്ടുള്ള സ്പീഷ്യസ്, പ്ലാന്റും പോളിനേറ്റേഴ്സും, അങ്ങനെയുള്ള മ്യൂച്വലിസ്റ്റിക് സ്പീഷ്യസുകളും ഒന്നുണ്ടെങ്കിലാണ് മറ്റേതിന് അവർ രണ്ടുപേരും ഒന്നിച്ചാണ് സർവൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരുടെ എവല്യൂഷനും ഒന്നിച്ച് തന്നെ നടക്കുന്നു. മ്യൂച്വലിസ്റ്റിക് സ്പീഷ്യസുകൾ എന്തെങ്കിലും തരത്തിൽ എവല്യൂഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ പൊളിനേറ്റർക്ക് വേണ്ടി
പ്ലാന്റിന് എവല്യൂഷൻ സംഭവിക്കും. അങ്ങനെയുള്ള എവല്യൂഷണറി പ്രോസസ്സുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് കോ എവല്യൂഷൻ്റെ ഇക്കോളജിക്കൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ആ കോ എവല്യൂഷനിലേക്ക് ലീഡ് ചെയ്യുന്ന ഇക്കോളജിക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊരു ക്ലാസിക്കൽ കേസ് എന്ന് പറയുന്നതാണ് പ്ലാന്റ് ആൻഡ് ഇൻസെക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോ എവല്യൂഷൻ നടക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം പ്ലാന്റ്സ് പൊളിനേറ്റേഴ്സിനെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പൊളിനേഷൻ നടക്കണമെങ്കിൽ പൊളിനേറ്റേഴ്സ് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എവല്യൂഷണറി പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അവർ എക്സ്ക്ലൂസീവ്ലി മാച്ച് ചെയ്തിട്ടാണ് ഉണ്ടാവുക. എന്തെങ്കിലും പ്ലാന്റിൽ മാറ്റം വരുമ്പോൾ അതിനനുസരിച്ച് പൊളിനേറ്റർക്ക് മാറ്റം വരുന്നു, അല്ലെങ്കിൽ പൊളിനേറ്ററിന് വേണ്ടി സെർട്ടൻ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള അഡാപ്റ്റേഷനിലേക്ക് മാറുന്നു. ഇപ്പോൾ ഈ ഹമ്മിങ് ബേർഡ് എന്ന് പറയുമ്പോൾ ഹമ്മിങ് ബേർഡിനനുസരിച്ച് അതിൻ്റെ ഫ്ലവർ അഡാപ്റ്റേഷൻസ് മാറുന്നുണ്ട്. അല്ലെങ്കിൽ ഹണി ബീ ഒരു പൊളിനേറ്ററാണ്, ഹണി ബീക്ക് വേണ്ടി ഫ്ലവറിന് അഡാപ്റ്റേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവരുടെ എവല്യൂഷൻ നടക്കുന്നത് അപ്പോൾ എന്താണ്? കോ എവല്യൂഷണറി പ്രോസസ്സ് വഴിയാണ്. ഓക്കെ, വേറൊരു കേസ് സ്റ്റഡി പറയുന്നതാണ് എക്കേഷ്യ ആൻഡ് ആൻസ് എന്ന് പറയുന്നത്. എക്കേഷ്യ പ്ലാന്റ്സും ആൻസും തമ്മിലുള്ള എവല്യൂഷൻ എന്ന് പറയുന്നത് കോ എവല്യൂഷൻ മെക്കാനിസം വഴിയാണ് നടക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് എക്കേഷ്യ പ്ലാന്റ്സിൽ അവരുടെ തോൺസ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഹോളോ തോൺസ് ആണ് അവർക്കുള്ളത്. അതിൻ്റെ ഉള്ളിൽ ആൻസിന് നെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് എക്കേഷ്യയുടെ തോൺസ് ഉള്ളത്. അതുപോലെ തന്നെ എക്കേഷ്യയുടെ ലീഫിൻ്റെ ബേസിൽ നെക്ടർ പോറുകൾ കാണാൻ പറ്റും. നെക്ടർ പോർ എന്ന് പറയുന്നത് ഈ ആൻറ്റിന് ഫുഡ് കൊടുക്കാനായിട്ടുള്ള റിസോഴ്സസ് ആയിട്ടാണ് നെക്ടർ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എക്കേഷ്യ പ്ലാന്റിലെ ഹോളോ തോൺസും നെക്ടർ പോറും ആൻറ്റിൻ്റെ സർവൈവബിലിറ്റിക്കും കൂടി ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് എവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത്. ഈ ആൻഡ് എന്ന് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യുന്നു, അവർക്ക് നെക്ടർ സോഴ്സ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് നെസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് ഈ ഒരു തോൺസിൻ്റെ ഉള്ളിലാണ് ആൻസ് നെസ്റ്റ് ബിൽഡ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് നെസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള നെക്ടർ റിസോഴ്സസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ തന്നെ നിൽക്കും. എക്കേഷ്യ പ്ലാന്റ്സിൻ്റെ തോൺസിൽ അവരവിടെ ജീവിക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് ഈ ആൻസ് നെക്സ്റ്റ് ഒരു ഹെർബിവോർ എക്കേഷ്യ പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ആൻസ് എന്ത് ചെയ്യും, അതിനെ ഡിഫെൻഡ് ചെയ്യും. ഹെർബിവോർ അറ്റാക്ക് വരുമ്പോൾ ആൻസ് അതിനെ കടിക്കുക അല്ലെങ്കിൽ അതിനെ എന്തെങ്കിലും അറ്റാക്ക് നടത്തിയിട്ട് ആ ഹെർബിവോറിന്നും പ്ലാന്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അങ്ങനെ തന്നെ ഈ ഒരു നെക്ടർ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള നമുക്ക് അവിടെ ജീവിച്ചു പോരാനായിട്ട് പറ്റുന്നുണ്ട്. നെക്ടർ റിസോഴ്സസിനെ അവർ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് മ്യൂച്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കോ എവല്യൂഷനാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഒരു സെൻട്രൽ അമേരിക്ക റീജിയണിലാണ് നമുക്ക് കൂടുതലായിട്ട് എക്കേഷ്യ സ്പീഷ്യസുകൾ കാണുന്നത്. എക്കേഷ്യ സ്പീഷ്യസിന് എന്ത് പറഞ്ഞു, ഹോളോ തോൺസ് ഉണ്ട്, ലീഫിൻ്റെ ബേസിൽ നെക്ടർ റിസോഴ്സസ് ഉണ്ട്. ഈ ഹോളോ തോൺസിൽ ആൻറ്റുകൾ നെസ്റ്റ് പണിയുന്നു. അതുപോലെ തന്നെ നെക്ടർ ഡ്രിങ്ക് ചെയ്തുകൊണ്ട് ആ ഒരു ഫുഡ് റിസോഴ്സ് യൂസ് ചെയ്തുകൊണ്ട് അവർ ജീവിക്കുന്നു. അപ്പോൾ ഈ ആൻറ്റ് ശരിക്കും അവർ ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള കാര്യം മാത്രമല്ല, അഡ്വാൻറ്റേജ് എടുക്കുക എന്നുള്ളത് മാത്രമല്ല ചെയ്യുന്നത്. പകരം എന്ത് ചെയ്യുന്നുണ്ട്, എക്കേഷ്യ പ്ലാന്റ്സിനെ ഹെർബിവോറിന്ന് അറ്റാക്ക് ചെയ്യുന്നവർ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ എവല്യൂഷൻ കോ എവല്യൂഷൻ ആ മെക്കാനിസം വഴിയാണ് നടക്കുന്നത്. ഈ ഒരു ഹോളോ തോൺസ് ഇവോൾവ് ചെയ്ത് വന്നതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ നെക്ടർ പോറ് ലീഫിൻ്റെ ബേസിൽ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നുണ്ടോ ആൻഡ് അവിടെ വരാനായിട്ടുള്ള കാരണമാവുന്നത്. ആൻഡ് അവിടെ വന്ന് ആൻറ്റിൻ്റെ പ്രസൻസ് ആണ് ഹെർബിവോർ അറ്റാക്ക് എന്നതിനെ പ്രിവെൻഷൻ നടക്കുന്നത്. അപ്പം അതിൻ്റെ എവല്യൂഷൻ മ്യൂച്വലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള കോ എവല്യൂഷൻ രീതിയിലാണ് നടക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ കോ എവല്യൂഷൻ്റെ ഒരു കേസ് സ്റ്റഡിയാണ് എക്കേഷ്യ ആൻറ്റിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇവരുടെ തോൺസ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഈ തോൺസിൻ്റെ ഉള്ളിൽ ഹോളോ ആയിട്ടുള്ളതായതുകൊണ്ട് ഹോളോ തോൺസിൻ്റെ ഉള്ളിൽ ഇവർക്ക് നെസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ലീഫിൻ്റെ ബേസിൽ നെക്ടർ റിസോഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ആൻഡ് അവിടെ തന്നെ നിൽക്കുന്നത് കൊണ്ട് ഹെർബിവോർ അറ്റാക്ക് എന്ന് ഈ ഒരു എക്കേഷ്യ പ്ലാന്റിനെ പ്രിവെൻറ്റ് ചെയ്ത് അവർ ഒന്നിച്ച് ഇവോൾവ് ചെയ്ത് വളരുകയാണ് ചെയ്യുന്നത്. നെസ്റ്റ് ബിൽഡിംഗ് ബിഹേവിയറും അതുപോലെ തന്നെ ഈ ഒരു ഹോളോ തോൺസിൻ്റെ ഫോർമേഷൻ എന്നൊക്കെ പറയുന്നത് ഇവോൾവ് ചെയ്തത് കോ എവല്യൂഷൻ രീതിയിലാണ്. ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി നമ്മുടെ ഈ ഒരു കോ എവല്യൂഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? മെയിനായിട്ട് കോ എവല്യൂഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഇവർ ബയോഡൈവേഴ്സിറ്റിനെ ഷേപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എക്കോസിസ്റ്റത്തിൻ്റെ ഷേപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു പ്രോപ്പർ ബയോഡൈവേഴ്സിറ്റി ഉണ്ടാക്കാനായിട്ട്, എക്കോസിസ്റ്റം ഉണ്ടാക്കാനായിട്ട്, അതുപോലെ തന്നെ കുറേ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അഡാപ്റ്റേഷൻസ് ഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നിട്ടുണ്ട്. അതുപോലെ റീപ്രൊഡക്റ്റീവ് സക്സസ് അല്ലെങ്കിൽ സർവൈവബിലിറ്റി ഓഫ് സ്പീഷ്യസിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു സ്പീഷ്യസിൻ്റെ സർവൈവബിലിറ്റിക്ക് കോ എവല്യൂഷൻ ഹെൽപ്പ് ചെയ്യുന്നു. കാരണം ഇവല്യൂഷൻ നടന്ന് അവർക്ക് കുറേ സർവൈവൽ വാല്യൂസ് കിട്ടുന്നു. അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് സക്സസ് ഉണ്ടാവുന്നു. ഇതൊക്കെയാണ് കോ എവല്യൂഷൻ്റെ സിഗ്നിഫിക്കൻസ് ആയിട്ട് പറയുന്നത്.
ഇനി കോഎവല്യൂഷൻ പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഹൈപ്പോത്തിസിസ് ആണ് റെഡ് ക്യൂൺ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. കോഎവല്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് റെഡ് ക്യൂൺ ഹൈപ്പോത്തിസിസ് വഴിയാണ്. അപ്പോൾ അവിടെ ഈ ഒരു സിമിലർ ഐഡിയ ആണ് അവിടെയും പറയുന്നത്. കോഎവല്യൂഷൻ്റെ അതേ ഐഡിയ തന്നെയാണ് റെഡ് ക്യൂൺ ഹൈപ്പോത്തിസിസ് വഴി പറയുന്നത്. ഈ ഹൈപ്പോത്തിസിസ് പറയുന്നത് this hypothesis says that species have to evolve just to keep pace with environmental change and to avoid extinction. എക്സ്റ്റിങ്ഷൻ സംഭവിക്കാതിരിക്കാൻ അല്ലെങ്കിൽ വംശനാശം സംഭവിക്കാതിരിക്കണമെങ്കിൽ എൻവയോൺമെൻറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം, സ്പീഷ്യസുകളിലെ മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ എവല്യൂഷൻസ് സംഭവിക്കണം. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മളെപ്പോഴും ചേഞ്ചിങ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ എവല്യൂഷൻ്റെ പേഴ്സ്പെക്റ്റീവ് അല്ലാതെ ഇപ്പം നമ്മുടെ കാര്യമാണ് എടുക്കുന്നതെങ്കിലും ഇപ്പം എന്താണ്, ഓരോ ജനറേഷൻ മാറി വരും തോറും പല പല ചേഞ്ചുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ഫോണില്ലാത്ത അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ അറിയാത്ത ഒരു ജനറേഷനെ പറ്റിയിട്ട് ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റില്ല. കാരണം നമ്മുടെ ചേഞ്ചസ് അങ്ങനെ വരുന്നു. അപ്പോൾ അവിടെ ആരാണ് അങ്ങനെയുള്ള റിസോഴ്സസ് ഉപയോഗിക്കാൻ അറിയുന്ന, കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയുന്ന അല്ലെങ്കിൽ ഫോൺ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരാളാണ് അവിടെ സർവൈവ് ചെയ്യുള്ളൂ. ആ എൻവയോൺമെൻറ്റ് ചേഞ്ച് ആയപ്പോൾ അങ്ങനെ അറിയാവുന്നവർക്ക് മാത്രമാണ് ഇപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൂടുതലായിട്ട് കിട്ടുന്നുള്ളൂ. അപ്പം അതല്ല, നമ്മൾ എൻവയോൺമെൻറ്റ് ചേഞ്ച് വന്നപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നോളജിക്കൽ മാറ്റങ്ങൾ വന്നപ്പോൾ നമ്മൾ അതിൽ അപ്ഡേറ്റഡ് ആവാതിരുന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും, സ്വാഭാവികമായിട്ടും നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാതാവും, നമ്മുടെ സർവൈവബിലിറ്റീനെ അത് ബാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ വരുന്ന AI. ഇപ്പോൾ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലഘട്ടമാണ്. ഇനി നെക്സ്റ്റ് വരാൻ പോകുന്നത് AI അറിയാത്ത ഒരാൾ എൻവയോൺമെൻറ്റ് ചേഞ്ച് വന്നു അല്ലെങ്കിൽ ടെക്നോളജിക്കലായിട്ടുള്ള ചേഞ്ചസ് സംഭവിച്ചു കഴിഞ്ഞു, അവിടെ നമ്മൾ AI ഡെവലപ്മെൻറ്റിൽ നമ്മൾ മനസ്സിലാക്കിയില്ല, AI നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിയാത്തൊരവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്ക് നമ്മുടെ സർവൈവൽ വാല്യൂവിനെ അല്ലെങ്കിൽ ഈ ഫുള്ളി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള വേൾഡിൽ ആ ഒരു സ്കില്ലില്ലാത്തവർ ചിലപ്പോൾ താഴ്ന്നു പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ എക്കോളജി അല്ലെങ്കിൽ എവല്യൂഷൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും എൻവയോൺമെൻറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, പുതിയ പുതിയ ചേഞ്ചസ് എൻവയോൺമെൻറ്റിൽ വന്നുകൊണ്ടിരിക്കും. ആ എൻവയോൺമെൻറ്റൽ ചേഞ്ചിനനുസരിച്ച് ഇവല്യൂഷൻ സംഭവിച്ചില്ലെങ്കിൽ, നമ്മൾ അതിനനുസരിച്ച് മാറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, വംശനാശം വരെ സംഭവിക്കും എന്നാണ് പറയുന്നത്. ഈ റെഡ് ക്യൂൺ ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ നമുക്കതിനെ ആം റേസ് ഹൈപ്പോത്തിസിസ് എന്നാണ് വിളിക്കാം. അതായത് ഈ കോൺസ്റ്റൻ്റ്ലി ചേഞ്ചിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഡാപ്റ്റിംഗ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ റീപ്രൊഡക്റ്റീവ് അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് പകരം ഇവിടെ നിലനിന്ന് പോകണമെങ്കിൽ അല്ലെങ്കിൽ നമുക്കിവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ റൺ ചെയ്തുകൊണ്ടിരിക്കണം. അവർ റണ്ണെന്ന് ഉദ്ദേശിക്കുന്നത് ചേഞ്ചസിനെയാണ്. അപ്പോൾ ഈ ഒരു വാൻ വെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ് റെഡ് ക്യൂൺ ഹൈപ്പോത്തിസിസ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ആളുടെ വ്യൂ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഓടിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കണം, എന്നാൽ മാത്രമാണ് സെയിം പ്ലേസിൽ അവർക്ക് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു സ്പീഷ്യസിന് നേച്ചറിലൊരു സ്ഥാനമുണ്ടായിരിക്കും അല്ലെങ്കിൽ ആ ഒരു സ്പീഷ്യസിന് അവിടെ തന്നെ സെയിം പ്ലേസിൽ സ്റ്റേ ചെയ്യാനായിട്ട് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ എക്സ്റ്റിങ്ക്റ്റ് ആവും എന്നുള്ളതാണ് റെഡ് ക്യൂൺ ഹൈപ്പോത്തിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെഡ് ക്യൂൺ എന്ന് പറഞ്ഞിട്ടുള്ള പേര് വരാനായിട്ടുള്ള റീസൺ പറയുന്നത് അതൊരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ത്രൂ ദ ലുക്കിംഗ് ഗ്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോവലിൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണ് റെഡ് ക്യൂണും ആലിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആലിസിനോട് റെഡ് ക്യൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് അതിൽ. ആ ഡയലോഗിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സയൻറ്റിസ്റ്റ് റെഡ് ക്യൂൺ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേര് ഇതിന് കൊടുത്തത്. അതായത് ആലിസിൻ്റെ അടുത്ത് റെഡ് ക്യൂൺ പറഞ്ഞു കൊടുക്കുന്നതാണ്, നീ ഓടി രക്ഷപ്പെട്ടോ, ഒരേ പ്ലേസിൽ നിങ്ങൾക്ക് സെയിം പ്ലേസിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ വേഗം വേഗം ഓടിക്കോളൂ, അങ്ങനെയല്ല നിങ്ങൾക്ക് ഈ ഒരു പ്ലേസിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതിനും ഡബിൾ ഫാസ്റ്റായിട്ട് നമ്മൾ ഓടേണ്ടി വരും. അങ്ങനെയുള്ള ഡയലോഗ് അവിടെ ആ ഒരു ഫിക്ഷണൽ ക്യാരക്ടറിൻ്റെ കോണ്ടെക്സ്റ്റിൽ അവർ പറയുന്നുണ്ട്. സ്പീഡിൽ ഓടിയാൽ മാത്രമാണ് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു മീനിങ് അവിടെ വരുന്നത് കൊണ്ട് ആ ഒരു ക്യാരക്ടറിൻ്റെ ബേസിസിലാണ് റെഡ് ക്യൂൺ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹൈപ്പോത്തിസിസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ റെഡ് ക്യൂൺ ഹൈപ്പോത്തിസിസിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കോ എവല്യൂഷൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ റെഡ് ക്യൂൺ ഹൈപ്പോത്തിസിസിൻ്റെ കേസ് നമ്മൾ പറയുന്നതാണ് ഒരു പ്ലാന്റ് അല്ലെങ്കിൽ അവിടെയുള്ള കാറ്റർപില്ലറുകൾ, പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന കാറ്റർപില്ലറുകൾ. അപ്പോൾ പ്ലാന്റിൻ്റെ റെസിസ്റ്റൻസിന് വേണ്ടി, പ്ലാന്റിൻ്റെ ആ ഒരു പ്രോപ്പറായിട്ടുള്ള ആ ഒരു ഹെൽത്തിന് വേണ്ടിയിട്ട്
പ്ലാന്റ് കാറ്റർപില്ലറിനെതിരെ ചില ടോക്സിൻസ് പ്രൊഡക്ഷൻ നടത്തും. അപ്പോൾ സാധാരണഗതിയിൽ കാറ്റർപില്ലറുകൾ ഈ ഒരു ടോക്സിൻസിന് ഇമ്മ്യൂണിറ്റി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കാറ്റർപില്ലറൊക്കെ അതനുസരിച്ച് ഡൈ ചെയ്ത് പോവാണ്. പിന്നെ അങ്ങോട്ട് ആ ഒരു കാറ്റർപില്ലറിന് ശല്യം ഉണ്ടാവില്ല. എന്നാൽ ചില ടൈപ്പ് കാറ്റർപില്ലറുകൾ ഈ പ്ലാന്റ് പ്രൊഡക്ഷൻ നടത്തുന്ന ടോക്സിൻസിനോട് എന്തായിരിക്കും, അവർ ഇമ്മ്യൂണിറ്റി ഉള്ളവരായിരിക്കും. അവർ വീണ്ടും ഫ്ലറിഷ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ആ ടൈനി പെർസെൻറ്റേജ് കാറ്റർപില്ലറുകൾ അവിടെ സർവൈവ് ചെയ്യും. അവർക്ക് പിന്നെ വീണ്ടും റീപ്രൊഡക്ഷൻ നടക്കും. അവർ പിന്നെ വീണ്ടും പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യും. അതിനനുസരിച്ച് പ്ലാന്റ് വീണ്ടും വേറെ ടോക്സിൻ ഇറക്കും. കാരണം ഈ ടോക്സിൻ ഉപയോഗിച്ച് ചില കാറ്റർപില്ലറിനെ കൊല്ലാൻ പറ്റുന്നില്ല എന്നുള്ളപ്പോൾ വേറെ ടോക്സിൻസ് പ്രൊഡക്ഷൻ നടത്തും. ഈ ഒരു എവല്യൂഷണറി പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ റെഡ്ക്യൂൺ ഹൈപ്പോത്തസിസ് പറയുന്ന പോലെ കാറ്റർപില്ലറിന് സർവൈവ് ചെയ്യണമെങ്കിൽ പ്ലാന്റ് മാറുന്നതിനനുസരിച്ച് അവരും ഓടിക്കൊണ്ടിരിക്കണം, അവരും മാറിക്കൊണ്ടിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോവും. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മുടെ റെഡ്ക്യൂൺ ഹൈപ്പോത്തസിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ജീനോടൈപ്പിക് ആയിട്ടുള്ള ചേഞ്ചസ് പ്ലാന്റിനുണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ജീനോടൈപ്പിക് ഫ്രീക്വൻസിയിൽ ചേഞ്ചസ് വരുമ്പോൾ അതിനനുസരിച്ച് കാറ്റർപില്ലറിൻ്റെ ജീനോടൈപ്പിക് ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ ജീനോടൈപ്പിൽ മാറ്റം വരുന്നു. ഈ മാറ്റങ്ങളാണ്, ഇങ്ങനെയുള്ള ജീൻ ലെവലിലുള്ള മാറ്റങ്ങൾ എവല്യൂഷന് കാരണമാവുന്നു. റെഡ്ക്യൂൺ ഹൈപ്പോത്തസിസ് പ്രകാരം ഇങ്ങനെ ചേഞ്ച് വരുന്നത് കൊണ്ട് ചില കാറ്റർപില്ലറുകൾ എക്സ്റ്റിങ്ക്റ്റ് ആവുന്നില്ല. എന്നാൽ ഈ ചേഞ്ച് ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യുന്നു, എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോകുന്നു. അപ്പോൾ അതാണ് കോഎവല്യൂഷനിലെ റെഡ്ക്യൂൺ ഹൈപ്പോത്തസിസ് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റാബിറ്റിൻ്റെ കേസ്, നമുക്ക് ഫോക്സും റാബിറ്റും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോക്സിൻ്റെ ഫുഡാണ് റാബിറ്റ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റാബിറ്റ് ഫോക്സിൻ്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പ്രഡേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മോർ സ്പീഡിൽ അവർ റൺ ചെയ്യും. മോർ സ്പീഡിൽ അവർ റൺ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യുന്നു, അവർ ഈ ഒരു അറ്റാക്ക് പ്രിവെൻഷൻ നടത്താനായിട്ടും അതുപോലെ തന്നെ അവർ ഇവിടെ നിന്നും ഈ ഒരു എൻവയോൺമെൻറ്റിൽ നിന്ന് എക്സ്റ്റിങ്ക്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് മോർ സ്പീഡിൽ അവർ റൺ ചെയ്യുന്നത്. എന്നാൽ ഫോക്സിനെ സംബന്ധിച്ചിടത്തോളം റാബിറ്റിന് കിട്ടിയാൽ മാത്രമാണ് അവർക്ക് ഫുഡ് റിസോഴ്സ് ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, ഫോക്സ് എന്ന് പറയുന്നത് ഫീഡ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, മോർ സ്പീഡ് എന്നുള്ളൊരു എവല്യൂഷൻ പ്രോസസ്സ് അവർക്ക് നടത്തണം. അങ്ങനെ ആ ഒരു എക്സ്റ്റിങ്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഫോക്സും സ്പീഡ് കൂട്ടുന്നു. ആ ഒരു പ്രഡേറ്റർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതും നമുക്ക് റെഡ്ക്യൂൺ ഹൈപ്പോത്തസിസിൻ്റെ ബേസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റാബിറ്റിൻ്റെ എവല്യൂഷനും ഫോക്സിൻ്റെ എവല്യൂഷനും റെസിപ്രോക്കലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും സ്പീഡ് കൂട്ടി കൊണ്ടുവരുന്നുണ്ട്. കാരണം എന്താണ്, ഒന്നിൻ്റെ എവല്യൂഷൻ മാത്രമാണ് കോൺസ്റ്റൻ്റ് ആയി നടക്കുന്നതെങ്കിൽ വേറൊന്ന് അവിടെ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോകാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. ഇതാണ് റെഡ്ക്യൂൺ ഹൈപ്പോത്തസിസും അതുപോലെ തന്നെ കോഎവല്യൂഷൻ പറയുന്നത്. കോഎവല്യൂഷൻ പറയുമ്പോൾ റെഡ്ക്യൂൺ ഹൈപ്പോത്തസിസ് എന്താണ്, അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്നുള്ളതും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കോഎവല്യൂഷൻ എന്താണെന്നുള്ളത് പറയാനുള്ളത്. അപ്പോൾ എവല്യൂഷനിലുള്ള ആ ഒരു സ്പെഷ്യലായിട്ടൊരു ഫീച്ചർ, നമുക്ക് ആ ഒരു എവല്യൂഷൻ പ്രോസസ്സിനെ നമ്മൾ വേറൊരു രീതിയിൽ നോക്കുമ്പോഴാണ് കോഎവല്യൂഷൻ എന്താണെന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് കോഎവല്യൂഷനിൽ പറയാനുള്ളത്. അതുപോലെ റെഡ്ക്യൂൺ ഹൈപ്പോത്തസിസ് എന്താണെന്ന് പറയാനുള്ളത്. താങ്ക് യു.